ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് സിനിമ പ്രദർശനവുമായി ബന്ധപ്പെട്ട മേഖലയിലേക്കാണ്. ബോക്സ് ഓഫീസ്. സിനിമാ നിർമ്മാണത്തിനും പ്രദർശനത്തിനും മധ്യേയുള്ള ഇടനാഴിയെപ്പറ്റി സിനിമാ പ്രവർത്തകർക്ക് പോലും വലിയ ധാരണയില്ല എന്നുള്ളതാണ് വാസ്തവം. വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ ഈ മേഖലയെ നമുക്ക് അടുത്തറിയാം. ചലച്ചിത്ര നിർമ്മാണ പ്രദർശന സങ്കേതങ്ങളിൽ സ്വപ്നതുല്യമായ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ സംഭവിച്ചത്. ഡിജിറ്റൽ ചലച്ചിത്ര നിർമ്മാണ സാങ്കേതികത മുൻ ചലച്ചിത്ര ധാരണകളെ കീഴ്മേൽ മറച്ചു. കൂടാരങ്ങളിൽ പ്രദർശിപ്പിച്ചിരുന്ന നിശബ്ദ ചിത്രങ്ങളുടെ കാലഘട്ടം ഇന്നു കേട്ടുകേൾവിയാണ്. ഇത് പത്മ തിയേറ്ററിലെ ടിക്കറ്റ് കൗണ്ടറാണ്. ബോക്സ് ഓഫീസ് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ ബോക്സ് ഓഫീസിൽ സിനിമ വിജയിച്ചു, സിനിമ പരാജയപ്പെട്ടു എന്നൊക്കെ എഴുതി കാണും പത്രത്തിൽ. ആ ബോക്സ് ഓഫീസ് ഇതാണ്. ബോക്സ് ഓഫീസ് എന്നുള്ള പേര് ടിക്കറ്റ് കൗണ്ടറിന് വരാൻ ഒരു കാരണമുണ്ട്. പണ്ട് സിനിമ തുടങ്ങിയ കാലത്ത് സിനിമ ഒരു ഫുൾ ഫീച്ചർ ഫിലിം തുടർച്ചയായിട്ടുള്ള ഒന്നല്ലാതിരുന്ന കാലത്ത് ഈ സിനിമ കാണിക്കുമ്പോൾ ഓരോ സീനുകൾ കാണിച്ചു കഴിയുമ്പോഴും ഇത് നടത്തുന്ന ആൾ ഒരു ബോക്സുമായിട്ട് വരികയും അതിൽ ഈ കാണികൾ അവരുടെ സംഭാവന നൽകുകയും ചെയ്യുമായിരുന്നു. പിന്നീട് ടൂറിൻ ടാക്കീസ് ആരംഭിച്ചപ്പോൾ ഈ ടാക്കീസിൽ ഒരു ബോക്സ് വയ്ക്കുമായിരുന്നു. അന്ന് ടിക്കറ്റിൻ്റെ പരിപാടിയില്ല. ടിക്കറ്റിന് പകരം കാണാൻ വരുന്ന ആളുകൾ ഒരു നിശ്ചിത തുക ഈ ബോക്സിലിടുമായിരുന്നു പതിവ്. ആ ബോക്സിൽ നിന്നാണ് ബോക്സ് ഓഫീസ് എന്ന പേരുണ്ടായത്. പിന്നീട് സിനിമ മാറി, സിനിമയ്ക്ക് ടിക്കറ്റുകൾ നിലവിൽ വന്നു. പക്ഷേ ആ പഴയ ഓർമ്മയിൽ ആ പഴയ എന്താ പറയേണ്ട നൊസ്റ്റാൾജിയ ബോക്സ് ഓഫീസ് എന്നുള്ള പേരിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. എന്താ പേര്? എൻ്റെ പേര് മോഹൻദാസ്. മോഹൻദാസ്. ഈ ടിക്കറ്റ് ഇത് തന്നെയാണ് ആദ്യം ചെയ്യാൻ തുടങ്ങിയ ജോലി? അത് തിയേറ്ററിൽ തന്നെ ഓപ്പറേറ്ററായിട്ട് വന്നു. ഓപ്പറേറ്ററായിട്ട് ഇപ്പോൾ ഒരു ഇതായിട്ട് ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ പണ്ട് നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ളൊരു ഇടിയും ബഹളമൊക്കെ ഉണ്ടാവും ആദ്യ ദിവസങ്ങളിൽ? ആദ്യ ദിവസങ്ങൾ സാധാരണ ഉണ്ടാവുന്നുണ്ട്. അതായത് ക്രൗഡായിട്ട് വരുന്നു, ബഹളങ്ങളും എല്ലാം കൂടെ ആകെ ഒരു ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഇത്തിരി റിസ്ക് അല്ലേ? ഇത് ചെറിയൊരു തിയേറ്ററാണ്. ആദ്യം കൂടുതൽ സീറ്റ് ഇല്ല, 178 സീറ്റാണ് പരമാവധി ഉള്ളത്. അതിലേക്ക് തന്നെ ബുക്കിംഗ് കുറേ ഉണ്ടാവും. ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, കൗണ്ടർ റിസർവേഷൻ ഉണ്ട്. എല്ലാം കൂടെ വരുമ്പോൾ കുറച്ച് ബാക്കി കൊടുക്കാനുണ്ടാവുള്ളൂ. എന്നാലും ഭയങ്കര ടൈറ്റായിട്ട് ഉണ്ടാവും. പഴയ കാലത്തെ പോലെ അല്ല. ഇപ്പം ഇനി കുറച്ചും കൂടി കാലം കഴിഞ്ഞാൽ ഈ കൗണ്ടർ സെയിൽ എന്ന് പറയുന്നത് വളരെ കുറവായി മാറും. ഓൺലൈൻ ബുക്കിംഗ് ആയിരിക്കും കൂടുതൽ പ്രതീക്ഷ. ഇതിൽ വരാൻ സാധ്യതയുള്ള നിങ്ങളുടെ റിസ്ക് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ടിക്കറ്റ് വേണമെങ്കിൽ പെട്ടുപോകാം. അതൊക്കെ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ സംഭവിക്കും. അങ്ങനെ ആകുമ്പോൾ ചിലർ തിരിച്ചു തരും, ചിലർ തിരിച്ച് അങ്ങനെ പോവും. അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ പൈസ കൂടുതൽ അങ്ങോട്ട് വിടും, ചിലപ്പോൾ കൂടുതൽ ഇങ്ങോട്ട് വിടും. എല്ലാം സംഭവിക്കാറുണ്ട്. ഒരുവിധം അങ്ങനെ മാനേജ് ചെയ്ത് പോകും. എത്ര കാലമായി ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇവിടെ വന്നിട്ട് 1 വർഷമാവുന്നേ ഉള്ളൂ. ഷൊർണൂരായിരുന്നു. ഷൊർണൂർ സുമ തിയേറ്ററിലായിരുന്നു. സുമ തിയേറ്ററും പത്മയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒന്ന് ഗ്രാമപ്രദേശമാണ്. ഒരു ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞാൽ കൂടുതലാണ്ട് പോപ്പുലാരിറ്റി ആയിട്ടില്ല. എന്നാൽ ഒരു റിലീസിംഗ് സെന്റർ കൂടിയാണ്. അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. എത്ര ടിക്കറ്റാണ് ഇവിടെ ഇതിൽ കൊടുക്കുക? ഇവിടെ ഒരു ഷോയ്ക്ക് 178. 178. ഈ ടിക്കറ്റിൽ പഴയ കാലത്തിൽ നിന്ന് ഇപ്പോൾ എന്താണ് വ്യത്യാസമുള്ളത്? ഇപ്പോൾ പണ്ടുണ്ടായിരുന്ന ടിക്കറ്റും ഇപ്പോഴുള്ള ടിക്കറ്റിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കൂടുതൽ ഓൺലൈൻ ബുക്കിംഗ്, കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ അതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ ബുക്കിംഗ്, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് അങ്ങനെ അവരുടെ സമയത്തിനനുസരിച്ച് വന്നു പോകാനുള്ള സൗകര്യങ്ങളും നോക്കിയത്. ഇവിടെ എത്രയാണ് ടിക്കറ്റിൻ്റെ വില? 80 റുപ്പീസ്. ഇത് എന്താണ് ഈ തിയേറ്ററിൽ ഫുൾ ഒറ്റ ക്ലാസ് സിംഗിൾ ക്ലാസ്. ഇത് പത്മ സ്ക്രീൻ 2 ആണ്. താങ്ക് യു വെരി മച്ച്. കേരളത്തിലെ തിയേറ്ററുകളിലെ ടിക്കറ്റുകൾ മുമ്പ് അച്ചടിച്ചിരുന്നത് ആന്ധ്രാപ്രദേശിലെ കാക്കിനാട എന്ന സ്ഥലത്താണ്. ഇന്നും ആ പതിവ് തുടരുന്ന ചില തിയേറ്ററുകളുണ്ട്. ഉദാഹരണത്തിന് കോഴിക്കോട് ക്രൗൺ. പ്രിൻ്റ് ചെയ്യുന്നത് കാക്കിനാടയിൽ വെച്ചിട്ടാണ്. ആന്ധ്രാപ്രദേശിൽ കാക്കിനാട എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് ചെയ്യുന്നത്. പണ്ട് കാലത്ത് അവിടെയായിരുന്നു ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ്സ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് റോൾ ടിക്കറ്റ്സ്, ഒരു സ്ട്രിപ്പിൽ 4 ടിക്കറ്റായിട്ട് വരും. അത് പണ്ട് അവിടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വളരെ എക്കണോമിക്കലാണ്. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിംഗ് ആണ് അവർ നമുക്ക് എപ്പോഴും ഇതുവരെ തന്നിട്ടുള്ളത്. അതിൻ്റെ നമ്മളൊരു പോളിസി എന്താണെന്ന് വെച്ചാൽ, ഒരാൾ നല്ല സേവനം തരുന്നുണ്ടെങ്കിൽ അയാളുടെ അടുത്തുള്ള ഇടപാട് വെറുതെ മുറിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആൻഡ് അവരെപ്പോഴും സമയത്തിന് തെറ്റില്ലാതെ
ഇപ്പോൾ ടിക്കറ്റ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ സീരിയൽ നമ്പേഴ്സാണ്. അത് തെറ്റാതെ കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ലോക്കലായിട്ടുള്ള പ്രിൻറ്റേഴ്സിൻ്റെ അടുത്ത് മിക്കപ്പോഴും പ്രശ്നം വരിക നമ്പേഴ്സ് മിസ്സിങ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്പേഴ്സ് തെറ്റും. അപ്പോൾ അത് കോർപ്പറേഷനിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാറുള്ളതാണ്. അത് ഒഴിവാക്കാനാണ് അവരുടെ അടുത്ത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ ലേറ്റസ്റ്റ് മെഷീനറി ഇൻവെസ്റ്റ് ചെയ്യുന്ന കൂട്ടരാണ്. വളരെ ഫാസ്റ്റുമായിട്ട് നമുക്ക് അവിടെ നിന്ന് അടിച്ച് കിട്ടും. വളരെ റീസണബിളായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കോസ്റ്റൊക്കെ വളരെ കുറവാണ്, പെട്ടെന്ന് എത്തി കിട്ടുകയും ചെയ്യും. ഒരു 10 വർഷം മുൻപ് ഒരു പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ആന്ധ്രയിലുള്ള കാക്കിനാട എന്ന് പറയുന്ന സ്ഥലത്താണ്. അന്ന് മെയിനായിട്ട് പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തേക്ക് ഓഫ്സെറ്റ് പ്രിന്റിങ് വളരെ 1-2 സ്ഥലത്തേ ഉള്ളൂ. ഉള്ളതൊക്കെ വളരെ ഹൈലി എക്സ്പെൻസീവ് ആയിരുന്നു. ഒരു പ്രധാന കാരണം അതാണ്. പിന്നെ ഈ നമ്പറിങ്ങിൽ അന്ന് ഈ ലോക്കൽ പ്രസ്സുകളിലൊക്കെ പ്രിന്റ് ചെയ്താൽ നമ്പറിങ്ങിൽ ചില മിസ്റ്റേക്സ് വരുന്നതായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു പ്രധാന കാരണം അതായിരുന്നു. പിന്നെ ഈ റേറ്റ്സ്, പിന്നെ കുറേ കൂടെ നല്ല പേപ്പർ ക്വാളിറ്റി. പക്ഷേ ഇന്നത്തെ ഒരു സ്ഥിതി അവിടുത്തെ ഓൾമോസ്റ്റ് അതേ റേറ്റ്സ് തന്നെ നമുക്ക് ട്രിവാൻഡ്രത്തും അവൈലബിൾ ആണ്. ഈ നമ്പറിംഗ് ഒക്കെ ഇവിടെയും ഇപ്പോൾ ഓട്ടോമേറ്റഡ് ആണ്. അന്ന് മാനുവലായിരുന്നു ഫസ്റ്റ്. ഇപ്പോൾ ഓട്ടോമേറ്റഡ് മെഷീൻസ് ആയതുകൊണ്ട് ഇവിടെ വി ഗെറ്റ് ദ സെയിം ക്വാളിറ്റി. ഇപ്പോൾ ലോക്കലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പറഞ്ഞാൽ നാളെ കിട്ടുന്നൊരു സംവിധാനം ഉള്ളതുകൊണ്ട് ഒരു ഹെവി ആയിട്ട് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മുൻപൊക്കെ ഒരു 2 വർഷം കൂടുമ്പോഴേ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ കൂട്ടുകയുള്ളായിരുന്നു, വളരെ പണ്ട്. ഇന്ന് അങ്ങനെയല്ല, എവറി ഇയർ കൂട്ടിയേ പറ്റുള്ളൂ എന്നൊരു സാഹചര്യമാണ്. ഇത് റണ്ണിങ് എക്സ്പെൻഡിച്ചേഴ്സ് വളരെയധികം കൂടിയിട്ടുള്ളതുകൊണ്ട് ടിക്കറ്റ് റേറ്റ്സ് എൻഹാൻസ് ചെയ്യാതെ പറ്റില്ല.